ക്ലിഫ്തോ ഞായർ, കൂനിയുടെ ഞായർ. വലിയ നോമ്പിന്റെ 50 ദിവസ യാത്രയിൽ 5-ാം ഞായറാഴ്ച നാം അനുസ്മരിക്കുന്നത് 18 വർഷമായി കൂന് ബാധിച്ച് നടന്നിരുന്ന സ്ത്രീയെ യേശു സൗഖ്യമാക്കിയ അത്ഭുതമാണ്. സുറിയാനി സഭയിലെ ക്ലിഫ്തോ എന്ന വാക്കിനർത്ഥം കുനിഞ്ഞവൾ അല്ലെങ്കിൽ കൂനുള്ളവൾ എന്നാണ്. ഇതിൽ 3 പ്രധാന ആശയങ്ങളാണുള്ളത്: ദൈവിക കരുണ, ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം, ശബത്തും മനുഷ്യനും. ദൈവിക കരുണ. ശനിയാഴ്ചകളിൽ പള്ളിയിൽ വന്നിരുന്ന ആ സ്ത്രീയെ അവൾ ആവശ്യപ്പെടാതെ തന്നെ യേശു പിടിച്ച് സൗഖ്യമാക്കി. ഇത് ദൈവത്തിന്റെ മുൻകൈയെടുത്തുള്ള സ്നേഹത്തെ കാണിക്കുന്നു. ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. ശാരീരികമായി കുഞ്ഞിനേക്കാൾ ഉപരിയായി പാപത്തിന്റെയും സാത്താന്റെയും ബന്ധനങ്ങളാൽ ആത്മീയമായി കുനിപ്പോയ മനുഷ്യകുലത്തിന്റെ പ്രതീകമാണ് ഈ സ്ത്രീ. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യമാണ് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശബത്തും മനുഷ്യനും. ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല എന്ന വലിയ സത്യം ഈ സംഭവത്തിലൂടെ യേശു പഠിപ്പിച്ചു. നിയമങ്ങളെക്കാൾ വലുത് മനുഷ്യന്റെ വേദനകളാണെന്ന് ക്രിസ്തു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇതിന്റെ ആത്മീയ പാഠം: നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ലോകത്തിന്റെ ഭാരങ്ങളാൽ താഴേക്ക് നോക്കി നടക്കാൻ നിർബന്ധിതരാകുന്നു. ആകാശത്തിലേക്കോ ദൈവത്തിലേക്ക് നോക്കാൻ കഴിയാത്ത വിധം ഭാരപ്പെട്ട നമ്മുടെ ആത്മാവിനെ നിവർത്താൻ ക്രിസ്തുവിനെ കഴിയൂ. നോമ്പുകാലത്തെ ഈ 5-ാം ഞായർ നമ്മെ തളർത്തുന്ന പാപത്തിന്റെ കൂനുകളിൽ നിന്ന് നിവർന്നു നിൽക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സ്ത്രീയെ, നിന്റെ ദീനതയിൽ നിന്ന് നീ വിമുക്തിയായിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 12-ാം വാക്യം. ആദാമവശത പൂണ്ടപ്പോൾ രക്ഷിപ്പാനായി ദിവ്യ പുരോഹിത നിബിയന്മാരാരും ചെന്നില്ല. നിബിയർനാഥൻ വന്നെഴുന്നേൽപ്പിച്ചു, മുറിവുകൾ കെട്ടി തിരുമേരക്തങ്ങൾ ദാനം ചെയ്തിട്ടവനെ തൻ താതൻ അർപ്പിച്ചു. കൃപയാൽ എന്നെ പാലിച്ച കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ.